ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 387 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും സുരേന്ദ്രൻ മാഷ് പയ്യന്നൂരിൽ നിന്നാണ്. ലക്ഷ്മൺ മാഷ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മാഷ ഇന്ന് സുരേന്ദ്രൻ മാഷാണ് നമുക്ക് വേണ്ടി പറയുന്നത്. പിന്നെ പാടുന്നത് അദ്ദേഹത്തിന്റെ മകൻ ആനന്ദാണ്. അപ്പൊ മാഷ് പറഞ്ഞോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. അന്തർശൗര്യത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ സുരേന്ദ്രൻ മാഷാണ് വായിക്കുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും. ഭജന പാടുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ആനന്ദൻ, വളരെ ലീഡ് സിംഗറാണ് സ്റ്റേറ്റിലെ. അതാണ് അവരെയെല്ലാം നമുക്കെല്ലാം കണ്ണൂർ ജില്ലയിൽ എല്ലാവർക്കും പരിചയമാണ്. സുരേന്ദ്രൻ മാഷ് ബാലവികാസ് ക്ലാസ്സിലൂടെ പല ഗുരുക്കന്മാർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്തപ്പോൾ വേറൊരു കാര്യം കൂടി, നമ്മളൊരു 10 മിനിറ്റ് കൂടുതൽ വായന പാടില്ല, പിന്നെ ഒരു 12 മിനിറ്റോളം അനുഭവവും പറയാം. പിന്നെ ഭഗവാന്റെ പ്രസന്റേഷന് ശേഷം ഭജന പാടാം. ഇത്രയും പരിപാടികളാണ് ഉള്ളത്. അതുകൊണ്ട് സുരേന്ദ്ര മാഷെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം 3 ഓങ്കാരവും 3 സായി ഗായത്രിയും ജപിച്ചതിന് ശേഷം പരിപാടി ആരംഭിക്കാം. സായിരാം. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. സർവാന്തര്യാമിയായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. എൻ്റെ പേര് സുരേന്ദ്രൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശിയാണ്. സ്വാമിയുടെ ഈ 100ാം ജയന്തി വർഷം കണ്ണൂർ ജില്ലാ സ്പിരിച്വൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരുന്നു. വായിക്കാം. സായിരാം. ഇന്ത്യയുടെ സംസ്കാരത്തിൽ എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും ഒന്നുചേർന്ന് ഇണങ്ങിയിട്ടുണ്ട്. എന്തെന്നാൽ ഇതിനുപരിയായി മറ്റൊരു സാധനം ഇല്ലാത്തവണ്ണം അത് ധാർമ്മിക ജീവിതത്തിന്, സ്നേഹത്തിന് ഊന്നൽ നൽകുന്നു എന്നതാണ്. എന്നാൽ ഈ സന്ദേശത്തിലേക്ക് ജനങ്ങൾ ബധിരരായി തീർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പിഴവിലേക്ക് ജനശ്രദ്ധയെ ആകർഷിക്കാൻ ചുമതലപ്പെട്ടവർ ബലഹീനരായി തീർന്ന് അന്യമനോഭാവങ്ങളാൽ മോഹിതരായി ചാഞ്ചാടുന്നു. ചരിത്രത്തിലുടനീളം ഭാരതം അവരുടെ സന്തതികളുടെ ഭക്തിവിശ്വാസങ്ങളെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 ധർമ്മങ്ങളിലേക്ക് സമാകർഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ
ഭൗതികാദർശങ്ങളായ അർത്ഥകാമങ്ങളെ ധർമ്മം ഒരു വശത്തും മോക്ഷം മറുവശത്തുമുള്ള പരിധികൾക്കുള്ളിൽ ഫലവത്താക്കിയിട്ടുണ്ട്. അർത്ഥം, അതായത് ധനം ആർജിക്കേണ്ടത് ധർമ്മത്തിലൂടെ വേണം. പ്രോത്സാഹിപ്പിക്കേണ്ട ഒരേ ഒരു കാമം, അതായത് അഭിലാഷം, മുക്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കണം. സ്നേഹമാണ് പ്രചോദനം, സത്യമാണ് നേട്ടം. ജീവരഥത്തിന്റെ ചക്രങ്ങളാണ് ഇവ രണ്ടും. അഹിംസ പരമോധർമ്മ, അഹിംസയാണ് ഏറ്റവും പുണ്യമായ കർമ്മം. ഈ പ്രമാണവാക്യം കോടാനുകോടി വർഷങ്ങളായി ഈ രാജ്യത്തിന്റെ ജീവപ്രാണനായിരുന്നു. തന്നെയുമല്ല, ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും ശിശുവിന്റെയും പാരമ്പര്യമായി പരിണമിച്ചു. അതിനാൽ അക്രമം രാജ്യത്ത് തെളിയുമ്പോൾ, സഹോദരൻ കടാരയുമായി സഹോദരൻ നേരെ നിൽക്കുന്നത് കാണുമ്പോൾ, ഇപ്പോഴത്തെ ദുർദശ ഈ ഭൂമി മഹത്തായതെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നതിനെല്ലാം തീരാ കളങ്കമാണെന്ന് പറയേണ്ടി വരും. ഈശ്വരനെ സംശുദ്ധ ജ്ഞാനത്താൽ മാത്രമേ അറിയാൻ കഴിയൂ. ഹിൻ എന്നതിനർത്ഥം ഹിംസ എന്നും ദു എന്നതിനർത്ഥം ദുര, അതായത് ദൂരെ എന്നുമാണ്. അതുകൊണ്ട് ഹിന്ദു എന്നതിനർത്ഥം ഹിംസയെ വർജിച്ചവൻ എന്നാണ്. സ്നേഹിക്കുന്നവനും സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നവനും സഹായിക്കുന്നവനും സേവിക്കുന്നവനും എന്നാണ്. ഒളിഞ്ഞ് പ്രഹരിക്കുകയും മുറിവേൽപ്പിച്ച് ചോരയിപ്പിക്കുകയും ചെയ്യുന്നവനെന്നല്ല. സർവരുടെയും ശിരസിന് മുകളിൽ ഒരേ ഒരു ആകാശമാണ്. എല്ലാവരുടെയും കാലടികൾക്ക് ആശ്രയം ഒരേ ഒരു ഭൂമിയാണ്. എല്ലാവരുടെയും ശ്വാസനാളത്തിൽ ഒരേ പ്രാണനാണ് പ്രവേശിക്കുന്നത്. ഒരേ ഈശ്വരൻ സർവരെയും വളർത്തി വെളിവാക്കുന്നു, എല്ലാം വളർത്തിയെടുക്കുന്നു, ഭൗമികമായി പ്രവൃത്തി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്തിന് മനുഷ്യത്വരഹിതമായ ശത്രുതയുടെയും ഭ്രാന്തിന്റെയും പോരാട്ടത്തിന്റെയും കുടിപ്പകയുടെയും ഭാവം? ഭഗവാൻ ഗീതയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബീജം മാം സർവഭൂതാന, ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ബീജമാണ്. വൃക്ഷം ഇലയുടെയും പൂവിന്റെയും ഫലത്തിന്റെയും ഹരിതത്തിന്റെയും വിശാലമായ പരപ്പാണ്. തായ്തടിയും ശിഖരങ്ങളും ചില്ലകളുമാർന്ന് വീശുന്ന ബാഹ്യവ്യവസ്ഥയാണ്. എല്ലാം വളർന്നു വന്നത് ഒരു ചെറിയ വിത്തിൽ നിന്ന്. അത് മാത്രമല്ല, ആ വൃക്ഷത്തിന്റെ ഫലത്തിലെ വിത്തുകൾക്കുള്ളിലും അതേ പ്രകൃതി. അതുപോലെ ജീവിതത്തിന്റെ മഹത്തായ ബൗദ്ധത്തെക്കുറിച്ച് അല്പനേരം ചിന്തിച്ചു നോക്കൂ. അതിന്റെ വൈവിധ്യങ്ങൾ, ശക്തിയും ദൗർബല്യവും, ഇരയും വേട്ടയും, സന്തപിക്കുന്നവനും സന്തുഷ്ടനും, നുഴയുന്നു, ഇഴയുന്നു, പറക്കുന്നു, ഒഴുകുന്നു, നടക്കുന്നു, തൂങ്ങുന്നു, ഒളിക്കുന്നു, മുങ്ങുന്നു, നീന്തുന്നു, നിർണയിക്കാനാവാത്ത ഈ സൃഷ്ടിജാലങ്ങളുടെ വൈവിധ്യങ്ങൾ ബീജ, അതായത് ഈശ്വരൻ എന്നാണ് വന്നത്. മാത്രമല്ല, ഓരോന്നിന്റെയും അന്തസാരമായി ആ ബീജം, അതായത് ഈശ്വരൻ അന്തർവർത്തിയായ ഈ ദിവ്യത്വത്തെ ഉൾക്കണ്ണിൽ കാണുക. നിങ്ങൾ വിനീതരാകും, പ്രബുദ്ധരാകും, സ്നേഹസമ്പൂർണരാകും. ഉൽപ്പത്തിയും ലക്ഷ്യവുമായ ഈശ്വരനെ സംശുദ്ധ ജ്ഞാനത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. എന്ന് മാത്രമല്ല, ബോധത്തെ നിർബലമാക്കാൻ ഒരുവൻ നേരത്തെ ആരംഭിക്കണം. മത്സരം ജയിക്കുന്നത് നേരത്തെ തുടങ്ങി പതിച്ചു ഓടുന്നവരാണ്. അപ്പോൾ അവർ സുരക്ഷിതരായി എത്തിച്ചേരും. മറിച്ചല്ല, ഈ ചെറിയ പാദം ജഗദീശ്വര പാതയിൽ ഊന്നുക. ആദ്യ കാൽവെപ്പിന്റെ ആനന്ദം അവരെ മുന്നോട്ട് നയിക്കും. നമ്മൾ ഇന്ത്യയിൽ ഈശ്വരന്റെ മരങ്ങളിലും ചെടികളിലും പക്ഷികളിലും ജന്തുക്കളിലും കാണുന്നു. നമ്മൾ അവിടുത്തെ എല്ലായിടത്തും എല്ലാറ്റിലും ആരാധിക്കുന്നു. ഒരു ചിത്രത്തെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ആളുകൾ പരിഹസിക്കുന്നു. മാത്രമല്ല, ദുർബല മനസ്കരായ വ്യക്തികൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വയം ലജ്ജിക്കുന്നു. പക്ഷേ ചിത്രത്തെ ഈശ്വരനായി നാം പരിഗണിക്കുന്നു, അല്ലാതെ ഈശ്വരനെ ചിത്രമായിട്ടല്ല. ശിലയെ ഈശ്വരനായി പൂജിക്കുക, ഈശ്വരനെ ശിലയായി കാണരുത്. ഈശ്വര ദർശനത്തിന് സാധന ആവശ്യമാണ്. ഈ വർഷകാർക്ക് കാണുന്നവരെ മാത്രമാണ് വിശ്വാസം. ആകാശത്തിൽ സൂര്യന്റെ മേഘങ്ങൾ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുമ്പോൾ ഇവരതിനെ നിഷേധിക്കുമോ? മായയുടെ കാർമേഘം, സംഭ്രാന്തിയുടെ തിരശ്ശീല ഈശ്വരന്റെ മനുഷ്യന്റെ അവബോധത്തിൽ നിന്നും മറയ്ക്കുന്നു. വിവരബാധയുള്ള കണ്ണിലൂടെ നോക്കുന്നവന് മുറിയിൽ വിളക്കില്ല. അത് മാറ്റി വിളക്കിനെ പറ്റിയുള്ള ബോധമുളവാക്കാൻ ഒരു ശസ്ത്രക്രിയ ആവശ്യമാണ്. ഈശ്വര ദർശനം ലഭിക്കാൻ വേണ്ടി ഒരുവൻ കടന്നു പോകേണ്ട ആത്മശിക്ഷണത്തിന്റെ പ്രതീകമാണ് ആ ശസ്ത്രക്രിയ. മനുഷ്യൻ ചന്ദ്രനിലേക്ക് പറക്കുന്നു, സമുദ്രത്തിലേക്ക് മുങ്ങുന്നു. എന്നാൽ ഭൂമിയിൽ സമജീവികളോടൊപ്പം സ്നേഹത്തിനും സമാധാനത്തിനും എങ്ങനെ ജീവിക്കണമെന്ന് അവൻ അറിയില്ല. തന്നേക്കാൾ മുമ്പേ മറ്റുള്ളവർ എത്തുമെന്ന ഭീതിയിലാണ് ചന്ദ്രനിലേക്ക് കുതിക്കുന്നു. മാത്രമല്ല, മറ്റുള്ളവരെ ഭയക്കുന്ന അവൻ ഭയമുളവാക്കാൻ കടലിലേക്ക് മുങ്ങുന്നു. ഭയക്കാതെയും ഭയമുണ്ടാക്കാതെയും ജീവിക്കാനുള്ള മാർഗം ധർമ്മക്ഷേത്രത്തെ കുറിച്ചുള്ള ഗീതയിലെ ആദ്യ ശ്ലോകത്തിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം ധൃതരാഷ്ട്ര ചോദിക്കുന്ന ഒരു ചോദ്യത്തെ കുറിച്ചാണ്. ആരാണ് ഈ ധൃതരാഷ്ട്രം? തന്റെ രാഷ്ട്രത്തെ മുറുകെ പിടിച്ച് അതിനുപേക്ഷിക്കാതെ ഭ്രാന്തമായി അതിനോട് മോദയുള്ളവനെന്ന അത്രേ അതിനർത്ഥം. അപ്പോൾ ഒരുവന്റെ രാഷ്ട്രം എന്നാൽ എന്താണ്? അവനല്ലാതെ അവന്റെ എല്ലാ സ്വത്തും, അതായത് അവന്റെ ശരീരം, ഇന്ദ്രിയങ്ങൾ, അറിവ്, അനുഭവങ്ങൾ, വികാരങ്ങൾ, കൂടാതെ അവന്റെ ഗൃഹം,
വാഹനം, ഭൂമി, യശസ് തുടങ്ങിയവ തന്റേതെന്നല്ലാതെ താനായി തന്നെ ഇവയെല്ലാം പരിഗണിക്കുന്നവൻ ആരോ അവനാണ് ധൃതരാഷ്ട്രം. ഉദാഹരണമായി തന്നെ തന്റെ ശരീരമായി തന്നെ തിരിച്ചറിയുന്നവൻ കുരുക്ഷേത്രത്തിൽ ധർമ്മക്ഷേത്രത്തിൽ പ്രവൃത്തിയുടെയും ധർമ്മത്തിന്റെയും നിറത്തിൽ എന്ത് സംഭവിക്കുന്നെന്ന് പറയാൻ അവൻ സഞ്ജയനോട് ചോദിക്കുന്നു. ഈശ്വരനോട് അടുപ്പവും ബന്ധുത്വവും വളർത്തുക. വിജയം നേടിയവൻ എന്നാണ് സഞ്ജയൻ എന്ന വാക്കിനർത്ഥം. ഇന്ദ്രിയങ്ങൾക്കും മനുഷ്യൻ ഈശ്വരനിലേക്ക് നയിക്കുന്ന ഉന്നത പ്രഭാവങ്ങളെ പരിമിതപ്പെടുത്തുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ശക്തികൾക്കും ഉപരി വിജയം നേടിയവൻ എന്നത്രേ. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പുരോഗതിയെ പറ്റി അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരം ഗീതയുടെ ഏറ്റവും അവസാനത്തെ 700-ാമത്തെ ശ്ലോകത്തിൽ യോഗേശ്വരനിൽ നിമഗ്നമാകുന്ന സ്വന്തം വ്യക്തിത്വം ഒന്നുചേരാൻ ആഗ്രഹിക്കുന്ന വ്യതിരിക്തമായ നാമവും രൂപവും ഇല്ലാതായിത്തീരുന്ന ഈശ്വരപക്ഷം, ഭഗവാൻ കൃഷ്ണന്റെ പക്ഷം വിജയം നേടും. ആ ആദ്യ ശ്ലോകത്തിൽ ചോദ്യമുണ്ട്, അവസാനത്തെ അതിന് ഉത്തരവും. മൂലഗ്രന്ഥത്തിന്റെ ബാക്കി ഈ പ്രമേയത്തിന്റെ വിപുലമാണ്. പല രീതിയിലുള്ള ജഗദീശ്വര ആരാധനയിൽ ജനങ്ങൾ നൈപുണ്യമുള്ളവരാണ്. ചടങ്ങുകളുടെ, കർമ്മങ്ങളുടെ, കീർത്തനങ്ങളുടെ, ഉത്സവങ്ങളുടെ എങ്ങനെ പലതരത്തിലും. എന്നാൽ ഈശ്വരാനുഗ്രഹം പൂർണ്ണതയിൽ നൽകുന്ന ഏറ്റവും ഉത്തമമായ ആരാധന ഈശ്വരന്റെ അരുളപ്പാടുകളെ അനുസരിക്കുക എന്നതാണ്. മുഖസ്തുതി തരംതാണ് ആരാധനയാണ്. ഈശ്വരനെ വളരെ ദൂരത്തിരുത്തി സർവജ്ഞനെന്നും സർവശക്തനെന്നും സർവവ്യാപിയെന്നും പുകഴ്ത്തുന്നത് അവിടെ സന്തുഷ്ടനാക്കില്ല. ഈശ്വരനോട് അടുപ്പവും സാമീപ്യവും ബന്ധുത്വവും വളർത്തുക. അനുസരണ കൊണ്ട്, വിശ്വസ്തത കൊണ്ട്, വിനയം കൊണ്ട്, വിശുദ്ധി കൊണ്ട് അവിടുന്ന് ജയിക്കുക. സായിരാം. ഇനി അനുഭവങ്ങൾ പറയാം. ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഹൈസ്കൂൾ വിഭാഗം ഹെഡ്മാസ്റ്ററായിട്ട് കഴിഞ്ഞ വർഷം സർവീസിൽ നിന്ന് വിരമിച്ചു. എൻ്റെ കുടുംബത്തില് എൻ്റെ ഭാര്യ പേര് സിന്ധു, പയ്യന്നൂർ വിദ്യാഭ്യാസ വകുപ്പിൽ പയ്യന്നൂരിൽ ജോലി ചെയ്യുന്നു. 2 മക്കളാണ്. മൂത്ത മകൻ ആനന്ദ്, അവൻ B.Ed പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ ശ്രീനന്ദ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഞാൻ പയ്യന്നൂർ സമിതി, എൻ്റെ മാതൃസമിതി പയ്യന്നൂരാണ്, നേരത്തെ പറഞ്ഞു. പയ്യന്നൂർ സമിതിയുടെ 5 സെന്ററുകളിൽ ബാലവികാസ് ക്ലാസുകൾ എടുക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ എനിക്ക് തന്നിരുന്നു. ഞാൻ ജില്ലാ സ്പിരിച്വൽ ഇൻചാർജ് ആകുന്നതിന് മുമ്പ് സമിതി സ്പിരിച്വൽ കോർഡിനേറ്ററായും അതുപോലെ 2 വർഷവും കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബ വീട് അതൊരു ആധ്യാത്മിക ഒരു ചൈതന്യം ഉള്ള ഒരു വീടായിരുന്നു. കൊല്ലൂർ മൂകാംബിക ദേവി ചൈതന്യം കൂടി കൊള്ളുന്ന പൗരാണികമായ ദേവീ ഗ്രന്ഥവും തൂണും വിളക്കുമുള്ള ഒരു തറവാട് വീട്ടിലായിരുന്നു ഞാൻ ജനിച്ചത്. അപ്പോ വിഗ്രഹ പ്രതിഷ്ഠയില്ലാത്ത നമ്മുടെ തറവാട് ദേവി മഠത്തിൽ നവരാത്രി ആഘോഷത്തിന് മാത്രം ഈ ദേവി ഗ്രന്ഥമാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോ ദേവിയുടെ അനുഗ്രഹത്താൽ ഇപ്പോ അത് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നത് അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്, ഇതിനാണ് അർപ്പിതമായിരിക്കുന്നത്. ഇനി ഞാൻ സ്വാമിയെ അറിഞ്ഞത് എങ്ങനെയാണെന്ന് പറയാം. 1991 എന്റെ B.Ed പഠനം കഴിഞ്ഞതിന് ശേഷം എന്റെ അയൽവാസിയും എന്റെ അടുത്ത സുഹൃത്തുമായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്ന ആളാണ് ആദ്യമായിട്ട് സ്വാമിയെ എനിക്ക് പരിചയം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വാമിയുടെ തമിൽക്കാരങ്ങളൊക്കെ ഇങ്ങനെ പറയും, സ്വാമി ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത്ഭുത ലീലയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നി. അപ്പൊ അങ്ങനെ പിന്നെ അവന്റെ കൂടെ ഞാൻ പയ്യന്നൂർ സമിതിയിൽ ഭജനക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഭജനയൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വളരെ സന്തോഷം തോന്നി. അപ്പോ അങ്ങനെ ആണ് ഞാൻ പിന്നീട് പയ്യന്നൂർ സമിതിയിൽ തന്നെ ബാലവികാസ് ക്ലാസുകൾ കൈകാര്യം ചെയ്യാനൊക്കെ ഒരു അവസരം എനിക്ക് അപ്പം ലഭിച്ചു. പിന്നെ ഞാൻ ആദ്യമായിട്ട് സ്വാമിയെ കാണുന്നത് 1994 ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡിൽ നടന്ന ഇന്റർനാഷണൽ ബാലവികാസ് ഗുരു കോൺഫറൻസിൽ പയ്യന്നൂരിൽ നമ്മൾ 10ഓളം പേര് പോയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സ്വാമി അന്ന് കാണുന്നത്. സ്വാമി അന്ന് ദർശനം അടുത്തുകൂടി ഇങ്ങനെ നടന്ന് വന്ന് മിഠായി എറിഞ്ഞു തന്നു. ആ എറിഞ്ഞു തന്ന മിഠായി എനിക്ക് കിട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നി. സ്വാമിയെ കണ്ട നിമിഷത്തിൽ തന്നെ അവാച്യമായ ഒരു അനുഭൂതി എന്തോ എൻ്റെ ഉള്ളിലേക്ക് വന്ന പോലെ തോന്നി. അപ്പോ സ്വാമിയുടെ മിഠായി കിട്ടി അത് നമ്മള് എല്ലാവരും കൂടി എടുത്തിരുന്നു. അന്ന് ജലസാഗരമായിരുന്ന ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡിന് ഇവിടെ താമസിക്കാനും സൗകര്യം കിട്ടിയിരുന്നില്ല. ഇവിടെ ഒരു ഷെഡിൽ ബാഗ് വെച്ചിട്ടായിരുന്നു സ്വാമിയെ കാണാൻ വേണ്ടി ഓടിപ്പോയത്. ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവും. അപ്പോ അങ്ങനെ
സ്വാമി അന്ന് പറഞ്ഞൊരു വാക്ക്, അതായത് ആ ഇന്റർനാഷണൽ കോൺഫറൻസിൽ വെച്ച് സ്വാമി പറഞ്ഞത്, എല്ലാവർക്കുമായിട്ട് പറഞ്ഞത്, ഐ ആം ഗിവിംഗ് യു ഓൺലി വൺ ഡ്യൂട്ടി, ദാറ്റ് ഈസ് ടു ടേക്ക് ബാലവികാസ്, ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോ തിരിച്ചു വന്ന് ഞാൻ സമിതിയിൽ ബാലവികാസ് ക്ലാസ്സുകൾ എടുത്തിരുന്നു. നമുക്ക് ആ ബാലവികാസിന്റെ പ്രാധാന്യം എത്രയാണെന്നും ആ ഒരു കോൺഫറൻസിൽ സ്വാമി കൃത്യമായി പറഞ്ഞു തന്നിരുന്നു. ഇനി അതിനുശേഷം 94 ശേഷം ഞാൻ പല മത്സര പരീക്ഷകളും എഴുതി. അപ്പോ ഒന്നിലും വിചാരിച്ച രീതിയിലേക്ക് കയറിപ്പറ്റാൻ പറ്റിയിരുന്നില്ല. സ്വാമിയുടെ ദർശനത്തിന് ശേഷം എഴുതിയ PSC പരീക്ഷകളിൽ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് 4 PSC പരീക്ഷകളിൽ ആദ്യ റാങ്കുകളിൽ എത്താൻ വേണ്ടി സാധിച്ചു. അതില് 96-ൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടി. തുടർന്ന് 1 മാസത്തിന് ശേഷം ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടി. എന്നാൽ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മകൻ ഒരു അധ്യാപകനായിട്ട് കാണണം. എന്റെയും ആഗ്രഹമായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ ഒരു അധ്യാപകനാവണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ ആ ഒരു ആഗ്രഹം, അമ്മയുടെ ആഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 1996-ൽ തന്നെ എനിക്ക് അധ്യാപകനായിട്ട് നിയമനം ലഭിച്ചു. തുടർന്ന് വർഷങ്ങളോളം അധ്യാപനത്തിൽ ഉണ്ടായിരുന്നു. 2020-ലാണ് എനിക്ക് ഹെഡ്മാസ്റ്ററായിട്ട് പ്രൊമോഷൻ കിട്ടിയത്. കോട്ടയത്തായിരുന്നു അന്ന് പ്രൊമോഷൻ കിട്ടിപ്പോയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ഇതിന് ലാസ്റ്റ് പറയാം. ഏതായാലും അങ്ങനെ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു നല്ലൊരു ജോലി എനിക്ക് കിട്ടി. അതിന് വളരെ സംതൃപ്തിയോടുകൂടി ഞാൻ മുന്നോട്ട് പോയി. പുട്ടപർത്തിയിൽ സ്വാമിനെ പിന്നീട് ദർശിക്കാനൊക്കെ പോയിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം. 2000-ലായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞത്. 2001-ൽ എൻ്റെ ഒന്നാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോ അത് പ്രസവത്തിന് തൊട്ട് മുമ്പ് ആ കുട്ടി നഷ്ടപ്പെട്ടു പോയി. വലിയ വിഷമായിരുന്നു, ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷേ സ്വാമിയെ വിളിച്ച് കരഞ്ഞു. കാരണം സ്വാമി കൂടെ ഉണ്ടാവുന്നില്ല ഒരു ഉറപ്പ് എന്നും ഉണ്ടായിരുന്നു. പിന്നെ ഏതൊരു കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവുന്ന വേദാന്ത തത്വം, അതൊക്കെ സ്വാമി പറഞ്ഞത് എപ്പോഴും ഓർമ്മിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സമാശ്വസിച്ചു. അങ്ങനെ പിന്നീട് രണ്ടാമത്തെ കുട്ടി ഗർഭം ധരിച്ച അവസരത്തില് എനിക്കിങ്ങനെ സ്വാമിയുടെ ഭജനകൾ ഇങ്ങനെ പാടണം എന്നൊരാഗ്രഹം. അങ്ങനെ ഇങ്ങനെ ഗർഭാവസ്ഥ ഇരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഭജനകൾ പാടുമായിരുന്നു. അപ്പോ എന്താണെന്നറിയില്ല, നമ്മൾ പ്രഹ്ലാദ എഫക്ട് എന്നൊക്കെ പറയാറുണ്ട് സൈക്കോളജിയിൽ. കുട്ടി ജനിച്ചിട്ട്, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ സ്വാമിയുടെ ഭജനകൾ പാടാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു എന്തോ സ്വാമിയുടെ ഒരു അനുഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ എനിക്കറിയാം ഇത് സ്വാമി കൊടുത്ത സംഗീതമല്ലാതെ അവന് മറ്റൊന്നുമില്ല. ഞാൻ സംഗീതം അവരെ പഠിപ്പിച്ചിട്ട് ഇന്ന് വരെ പഠിപ്പിച്ചിട്ടില്ല. സ്വാമി കൊടുത്ത സംഗീതം മാത്രമായിരുന്നു ഇവരുള്ളത്. അവൻ നേരത്തെ ലക്ഷ്മണ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ബദൽ ടീമില് അവര് സെലക്ഷൻ കിട്ടിയിരുന്നു. കഴിഞ്ഞ ഓണത്തിനും വിഷുവിനും പുട്ടപർത്തിയിൽ വെച്ച് അവിടെ ഭഗവാന്റെ മുന്നിൽ പാടാനുള്ള അവസരം അവന് ലഭിച്ചത്, അത് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. അപ്പോ ഭഗവാൻ തന്നെ തന്ന ഒരു കുട്ടി, ഭഗവാൻ തന്നെ അവന് സംഗീതം കൊടുത്തു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇതിനടുത്തത് മറ്റൊരു സ്വാമിയുമായി ബന്ധപ്പെട്ട അനുഭവം. ഞാൻ നമ്മുടെ കോട്ടയത്ത് പ്രൊമോഷൻ കിട്ടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് എനിക്കൊരു വലിയൊരു സംഭവം, എന്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടം എനിക്ക് സംഭവിക്കാൻ പറ്റിയൊരു സന്ദർഭമായിരുന്നു. കാരണം അത് കോവിഡ് കാലമായിരുന്നു. അപ്പോൾ പരസ്പരം കണ്ടാൽ പോലും ആളുകൾ ഉണ്ടാത്തൊരു കാലം. ട്രെയിൻ സർവീസ് ഒന്നുമില്ല, വാഹനങ്ങളില്ല. അപ്പൊ എന്റെ സുഹൃത്തിന്റെ ഒരു കാറ് ഭഗവാൻ എനിക്ക് തന്നു. ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് പറയാം. അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എവിടെയും നിയമനം കിട്ടാം കേരളത്തിൽ. പക്ഷേ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ അടുത്തടുത്തായിരുന്നില്ല. എന്നിട്ടും ഞങ്ങൾക്ക് ഭഗവാൻ ഒരു സ്ഥലത്ത് പോസ്റ്റിംഗ് തന്നു, അടുത്തടുത്ത് സ്കൂളിൽ തന്നു കോട്ടയത്ത്. അവിടെ അവന്റെ കാറില്, എന്റെ സുഹൃത്തിന്റെ കാറില് സ്കൂളിലേക്ക് കൊണ്ടുവിടും, തിരിച്ചു കൂട്ടി വരും. ഞങ്ങൾ ഒരു സ്ഥലത്ത് താമസിച്ചു. ഭഗവാൻ അല്ലാതെ മറ്റാർക്കാണ് ഇത് സാധിക്കുക? ഇങ്ങനെ ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം മറ്റു യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോ അതിന്റെ ഒരു ദിവസം വന്ന് നമ്മുടെ പ്രൊമോഷൻ ആയി കഴിഞ്ഞ സർവീസ് ബുക്ക് അത് നമ്മുടെ അവിടെ DD ഓഫീസിൽ കൊണ്ടു കൊടുക്കണം. അപ്പോൾ
അന്ന് അവിടെ നമ്മുടെ ഓഫീസിലെ അറ്റൻഡ് ആയിരുന്ന അവർ പെൺകുട്ടി എല്ലാ സർവീസും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും എടുത്തിട്ട് പോയി. അപ്പോ അന്ന് കോവിഡ് ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ ആരും കയ്യിൽ സ്വീകരിക്കില്ല, അവിടെ പെട്ടിയിലിട്ടിട്ട് പോകും, തിരിച്ചു വരണം. അപ്പൊ ഒരു തൊട്ടടുത്ത ദിവസം ഞാൻ ആ കുട്ടിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇന്നലെ എല്ലാം ഇട്ടിരുന്നല്ലോ. അപ്പൊ പറഞ്ഞു ഞാൻ എല്ലാം ഇട്ടിരുന്നു, സാറ് നോക്കിയിരുന്നു. അപ്പൊ എനിക്ക് സമാശ്വാസമായി, കാരണം പിന്നെ ടെൻഷന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ കിട്ടി. പക്ഷേ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് അവിടുത്തെ സെക്ഷൻ ക്ലർക്ക് എന്നെ വിളിക്കുകയാണ്. അന്ന് ഞാൻ നാട്ടിലേക്ക് വന്ന ഒരാഴ്ചയാണ്. എന്നോട് പറഞ്ഞു സാറിന്റെ സർവീസ് ബുക്ക് ഇവിടെ കിട്ടിയില്ല എന്ന്. ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ കൊടുത്തയച്ചതാണ്, ഇവിടെ അന്ന് തന്നതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞു ഇവിടെ ആ സാധനം മാത്രം കിട്ടിയില്ല എന്ന്. സർവീസ് ബുക്ക് നഷ്ടപ്പെട്ടു പോയാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവിടെ ഇരുട്ടിലാണ്, പിന്നെ ഒന്നും നടക്കില്ല. ഞാൻ ആകെപ്പാടെ ടെൻഷൻ. ഒരു വ്യാഴാഴ്ചയാണ് അദ്ദേഹം വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു നാളെയൊക്കെ നോക്കാന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച നോക്കി, ഞാനിങ്ങനെ ടെൻഷനിലായി. വെള്ളിയാഴ്ച കിട്ടിയില്ല, ശനിയാഴ്ചയായി. ശനിയാഴ്ച വൈകുന്നേരം വരെ നോക്കി, കിട്ടിയില്ല. അപ്പോ എനിക്ക് ആകെപ്പാടെ എനിക്ക് എന്താ കണ്ണിന് ഇരുട്ട് കയറാൻ തുടങ്ങി. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല എന്ന അവസ്ഥയായി. ശനിയാഴ്ച വൈകുന്നേരമായി. എന്നിട്ട് പറഞ്ഞു മുഴുവൻ പരിധി നോക്കിയിരിക്കണം, കരുതാത്തൊരു ഓഫീസില്ല, തൊട്ടടുത്ത ഓഫീസിലൊക്കെ പരിധി, ഇവിടെ ഇല്ലെന്ന്. അപ്പോ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന എന്റെ OA തിരുവനന്തപുരക്കാരനായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ DD ഓഫീസ് എന്റെ സുഹൃത്തുണ്ട്, ഞാൻ തിങ്കളാഴ്ച, അവൻ നാട്ടിലേക്ക് പോയതാണ്, ഞാൻ തിങ്കളാഴ്ച വന്നിട്ട് അവന്റെ കൂടെ ഞാൻ പോയി നോക്കാൻ സാർന്നു. അതൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ ശനിയും ഞായറും ഞാൻ കടന്നുപോയത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. തിങ്കളാഴ്ച രാവിലെ മുതൽ അവൻ വന്ന് എല്ലാം പരിധി നോക്കി. ഉച്ചയായി, 2:30 3 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിന്റെ സർവീസ് ബുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു, ഇനി അത് തിരിച്ചു കിട്ടില്ല. ഇത് കേട്ടപ്പോ എനിക്ക് എന്താന്നറിയില്ല, എനിക്കൊന്നും കണ്ണിന് ഇരുട്ട് കയറിയാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല, ആകെ സ്തംഭിച്ചു പോയി. ഞാൻ പൂജാമുറിയിലേക്ക് ഓടിപ്പോയി സ്വാമിയോട് പറഞ്ഞു, സ്വാമി രക്ഷിക്കണം, അത് കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം പോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. ഒരു 3 മണിക്ക് പെട്ടെന്ന് ഈ ഫോൺ ഞാൻ ദൂരെ വെച്ചിട്ടായിരുന്നു പോയത്. ഫോണിൽ തുരുതരെ ശബ്ദിക്കുന്ന ഒച്ച കേട്ടു. അപ്പൊ ഭാര്യ പറഞ്ഞു ഇതാ ഫോൺ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. ഞാൻ ഓടിപ്പോയി നോക്കുമ്പോ തിരിച്ചു വിളിച്ചപ്പോ നമ്മുടെ ഓഫീസിലത്തെ എന്റെ OA പറഞ്ഞു സാറിന്റെ സർവീസ് ബുക്ക് കിട്ടി. ഞാൻ ചോദിച്ചു എവിടെ നിന്ന് കിട്ടി? അതൊന്നും പറയേണ്ട സാർ, അതൊരു അത്ഭുതമാണെന്നാണ് അവന്റെ വാക്ക് തന്നെതാണ്, അതൊരു അത്ഭുതമാണ്. ഇപ്പോഴത്തെ തപാലിന് ഒരു കവർ വന്നിരുന്നു, ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോ പെട്ടെന്ന് ക്ലർക്ക് വിളിച്ചതാണ്. ആ തപാലിന് വന്ന സാധനം സാറിന്റെ സൂക്ഷിച്ചു നോക്കിയപ്പോ അത്ഭുതമായിരുന്നു. സാറിന്റെ സർവീസ് മാത്രമല്ല, അതിന്റെ കവർ, അതൊരു മഴക്കാരായിരുന്നു. എത്ര മഴക്കാലത്തും എത്ര മഴയിലും വെള്ളത്തിൽ വീണാൽ പോലും ഒരിക്കലും പൊട്ടാത്ത രീതിയിലുള്ള അങ്ങനെ ഒരു കവർ. അങ്ങനെ സാധാരണ അങ്ങനെ ഒരു കവറിൽ ആരും സർവീസ് ബുക്ക് അയക്കാറില്ല എന്നാണ് ഓഫീസിൽ പറഞ്ഞത്. ആ കവറിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു അതിന്റെ പുറത്ത് എന്തെങ്കിലും അഡ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല. അപ്പോ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് സ്വാമി എവിടുന്നോ ആ സർവീസ് ബുക്ക് അവിടെ എത്തിച്ചു. അപ്പോ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും സ്വാമിയോട് മതിയാവില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ അനുഭവങ്ങൾ എത്താം. വരുന്നത് ആഗോള അഖണ്ഡ പദവിയാണ് വരുന്നത്. കുറെ അനുഭവങ്ങളുണ്ട്, ഞാനിപ്പോ പറയുന്നില്ല, സമയമില്ല. ആഗോള അഖണ്ഡ പദവിയാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സംഭവം കൂടി മാത്രം 2 മിനിറ്റ് പറഞ്ഞു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ആഗോള അഖണ്ഡ പദന പ്ലേന സമിതിയില് നടക്കുമ്പോ രാത്രി ഒരു 12 മണിയായി. അപ്പൊ ഒരു 3-4-5 ആൾക്കാരേ ഉള്ളൂ. അതിൽ തന്നെ 2-3 ആൾക്കാർ പോകും, കാരണം രാവിലെയും അതിനെ കണ്ടിന്യൂയാണല്ലോ, അവര് പോയാലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പൊ രാത്രി 12 മണിക്ക് ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ കൺവീനറായിരുന്നു. മോനെ എന്റെ മകനുണ്ട്, പിന്നെ നമ്മുടെ വേറെ 1-2 പേരുണ്ട്. അപ്പൊ അതിൽ ഒരാൾ നിൽക്കുന്നു, മോനും പറഞ്ഞു ഞാനും നിൽക്കുന്നു. പക്ഷെ എന്നാലും ഇത് കണ്ടിന്യൂ ചെയ്ത് രാവിലെ വരെ കൊണ്ടുപോകാന്നുള്ളത് അസാധ്യം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എന്താ ചെയ്യേണ്ടത്? ഇത് എങ്ങനെയായാലും 24 മണിക്കൂർ കൊണ്ടുപോകണം, അതൊരു ആഗ്രഹമാണ്. സ്വാമി എന്ത് ചെയ്യണം എന്ന് പറയുമ്പോ പുറത്ത് ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നത് കണ്ടു. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. അദ്ദേഹം പൈലസ് ഒരിക്കലും വന്ന ആളുമല്ല. 12:20 അദ്ദേഹം എത്തിയിട്ട് നോക്കുമ്പോ നേരെ സമിതി കയറിയിരുന്നു. അപ്പോ ഞാൻ മുതലെ പാടുന്നു ചോദിച്ചു. അവൻ പറഞ്ഞു ഇല്ലാന്ന്. എന്നിട്ട് പറകിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 10 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു പാടുമെന്ന് ഒന്നും കൂടെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പാടാന്ന് തോന്നിയിരുന്നു. പാടി. അദ്ദേഹം ഒരു 2:20 വരെ പാടിയിട്ട് പറഞ്ഞു എനിക്ക് ഡ്യൂട്ടിയുണ്ട്, രാത്രി ഞാൻ പോവാണെന്ന് പറഞ്ഞു. 1-2 കാര്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് സാർ എവിടുന്നാ വരുന്നത്? അപ്പൊ പറഞ്ഞ മറുപടി അതിശയിപ്പിക്കുന്നതായിരുന്നു. ഞാൻ വൈറ്റ് ഫീൽഡിൽ നിന്നാണ് വന്നത്. അത് അതിന് ഒരു കണക്ഷൻ ഉണ്ട്. തലേന്ന് ഞാനും മകനും കൂടി
അവിടെ ചികിത്സ എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് വന്നപ്പോൾ അവിടെ പോയതാണ്. പക്ഷെ അവിടെ ചികിത്സ നടന്നില്ല. അപ്പൊ ഞാൻ പിറ്റേന്ന് കൂടെ നിൽക്കാൻ വേണ്ടി പോയ ഞാൻ അന്ന് തന്നെ തിരിച്ചു വന്നു. വരുന്നതിന് മുമ്പായിട്ട് അവിടെ സ്വാമിയുടെ റൂം ഞാൻ ആദ്യമായിട്ട് അവിടെ കണ്ടപ്പോ അതിന് കയറണം തോന്നി. അപ്പൊ അവൻ അനുവദിച്ചു. ഞാനും മകനും കൂടെ കയറി. അവിടെ നോക്കിയപ്പോൾ സ്വാമിയുടെ മുഴുവൻ ഫോട്ടോകളും അവിടുത്തെ സിംഹാസനം മൊത്തം വിഭൂതിയിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവിടെ സാഷ്ടാംഗം നമസ്കരിച്ച വന്നു. സ്വാമി ഇവിടെ സ്വാമി പറയുന്നുണ്ട്, ഒന്നുകിൽ ഞാൻ വരും അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും അയക്കുന്നു പറഞ്ഞിട്ട്. അപ്പോ ആ ഒരു വാക്ക് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ സ്വാമി തന്നെ അയച്ചതായിരിക്കും. സ്വാമി തന്നെ ആണെന്ന് എനിക്കറിയില്ല. സായിരാം, ഞാൻ ഒരുപാട് കാര്യങ്ങളെ എൻ്റെ കുടുംബത്തിൽ വന്ന ഒരുപാട് അപകടങ്ങൾ, എനിക്കും എൻ്റെ കുടുംബത്തിൽ വന്ന ഒരുപാട് അപകടങ്ങളും രോഗാവസ്ഥയും ഒക്കെ തന്നെ മാറ്റിക്കൊണ്ട് എനിക്ക് എന്നെ നല്ല നിലയിൽ മുന്നോട്ട് നയിക്കുന്നത് സ്വാമി മാത്രമാണ്. സ്വാമിയുടെ എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല. ആയിരമല്ല, ലക്ഷമല്ല, കോടിക്കണക്കിന് അമ്മമാരുടെ സ്നേഹം തരുന്ന സ്വാമി. ആ സ്വാമിയെ ജീവിതത്തിൽ ഒരിക്കലും വിടില്ല. മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകളെല്ലാം സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സായിരാം. സായിരാം സുരേന്ദ്ര മാഷേ, അനുഭവങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. സായിരാം. സായിരാം മാഷെ, ഒരു മിനിറ്റ്. സായിരാം, വിനയ് സായി വന്നിട്ടുണ്ടോ? വിനയ് സായി. സായിരാം. സായിരാം വന്നിട്ടില്ല. ഓക്കെ, ശരി മാഷെ, അപ്പൊ നിർത്തിക്കോളൂ. ശിവപ്രസാദെ, ഭഗവാന്റെ ഇട്ടോളൂ. ఒక చేతి పైన ఒక క్యాన్సర్ కురుపు లేచి క్రమక్రమేణా ఆ యొక్క వ్యక్తి లోపల డయాబెటిక్స్ ఉండటం చేత అది గ్యాంగ్రీగా మారిపోయింది. To start with, it was a cancerous growth on hand. On account of diabetes from which he was suffering, it became gangrene. తద్వారా డాక్టరు ఆ పేషెంట్ యొక్క మంచిని కోరి క్రమక్రమేణా దేశమంతా కూడా వ్యాపించిపోవచ్చునే ఉద్దేశంతో ఆ చేయిని రంపం తీసుకుని కోసివేస్తాడు. Fearing that this might spread to the entire body, a surgeon operates and cuts the arm and removes it from the body. మరొక స్థితిలో చేతిలో ఎక్కువగా బ్యాంగిల్స్, గోల్డ్, బంగారు గాజులు వేసుకోవటం చేత అది రాకపోయేటప్పటికి దొంగ కూడా వచ్చి ఆ చేతిని కట్ చేసి ఆ గాజులు తీసుకుని పోతాడు. Thief cuts the hand of a woman who was having golden bags because he was not able to remove the bangles from the hand. డాక్టర్ చేసిన పని, దొంగ చేసిన పని ఒక్కటే వారి దృష్టిలో. From an external point of view, what the thief has done and what the surgeon has done is the same. కానీ లక్ష్యములు వేరు వేరు. But the purpose and the motivation is different. ఒకటి ఉపకారము, మరొకటి అపకారం. One is a helpful act, the other is harmful act. സായിരാം, ആനന്ദനി ഒരു ഭജന പാടിക്കോളൂ. സായിരാം. സായിരാം. സത്യസായി പാദാംബുജം ഭജരേ മാനസനിരന്തരം. സത്യസായി പാദാംബുജം ഭജരേ മാനസനിരന്തരം. പരമപവിത്രം പാവനചരണം, പരമപവിത്രം പാവനചരണം. കളിമലദഹനം ശ്രീഗുരുചരണം, കളിമലദഹനം ശ്രീഗുരുചരണം. ഭവഭയനാശന ദുരിത നിവാരണ,
ഭവഭയനാശന ദുരിതനിവാരണ ഭക്തിപുരീശ്വര പങ്കജ ചരണം പതിപുരീശ്വര പങ്കജ ചരണം ഭജ മാനസ നിരന്തരം ഭജ ഭജ മാനസ നിരന്തരം സത്യ സായി മാനസ നിരന്തരം പരമപവിത്രം പാവന ചരണം കരിമലദഹനം ശ്രീ ഗുരു ചരണം ഭവഭയനാശന ദുരിത നിവാരണ പതിപുരീശ്വര പങ്കജ ചരണം നിരന്തരം ഭജ ഭജ ഹേ മാനസ സായി പാദാംബുജം ഭജ ഹേ മാനസ നിരന്തരം. സൈറാം. 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 സായി ഉപമ. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ആത്മാർത്ഥത പുലർത്തേണ്ടതാണ്. നിങ്ങളുടെ ഹൃദയമാകുന്ന വയലിൽ നിന്നും അഹന്തയാകുന്ന കളകൾ സമൂലം പറിച്ചു കളയുക. അത് മാത്രം ചെയ്താൽ മതി. പക്ഷേ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും കളകൾ പെട്ടെന്ന് വളരുന്നു. അതുപോലെ പരിതസ്ഥിതി അനുകൂലമാകുമ്പോൾ അഹന്ത മുളച്ചു വളർന്നു വലുതാകുന്നു. വേരുകൾ കൂടി കളയേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗം ഈശ്വരനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. നിർബന്ധപൂർവം നിരന്തരം ഈശ്വരനെ ഓർമ്മിക്കുന്നതിലൂടെ അഹന്തയാകുന്ന കള സമൂലം നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ജയ സായിരാം. സായിരാം. സുരേന്ദ്ര മാഷക്കോ മാഷ ഇത് പറഞ്ഞോളൂ. ലക്ഷ്മൺ മാഷെ. മന്ത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി शांति. जय बोलो भगवान श्री सत्य साई बाबा जी की जय.